ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമമാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ അബദ്ധത്തിലുള്ള വിശ്വാസികളോട് കൂടെ ദൈവത്തെ ആരാധിപ്പാൻ മാറ്റിപ്പിടിക്കുവാൻ ദൈവത്തിലാക്കി തുടർന്ന് എൻ്റെ മാതൃസഭയിൽ വിശ്വാസികളോട് കൂടെ ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച ആ അവസരത്തിൽ ദൈവത്തിന് സ്തുതിക്കുന്നു. ഇന്ന് എന്നെ ചിന്തിപ്പിച്ച ആരാധനയ്ക്ക് ചിന്തിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന അപ്പോൾ പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിലാക്കുകയും അവിടുന്ന് ദൈവം അത്ഭുതകരമായിട്ട് അവര് കാരാഗ്രഹത്തിൽ വിടുവിക്കുകയും ആ വിടിച്ചതിന് ശേഷം കാരാഗ്രഹ പ്രമാണിക്കുണ്ടായ രക്ഷയും കുടുംബത്തിനുണ്ടായ രക്ഷയും നമ്മൾ പുസ്തക പ്രവൃത്തികളിൽ കാണുന്നുണ്ട് 16-ാം അധ്യായത്തിൽ. അതിൽ എന്നെ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആ കുടുംബം മൊത്തം ഒന്നിച്ചിരുന്ന് ആനന്ദിച്ച ഒരു സാഹചര്യത്തെ കുറിച്ച് കാണുന്നു. നമുക്ക് അതിന് 36-ാം വാക്യത്തിലാണ് നമ്മൾ അതിനെ കാണുന്നത്. നമുക്ക് ഒരു വിശ്വാസി രക്ഷയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അവർക്ക് നൽകുന്ന ഒരു കാര്യമാണ് സന്തോഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആനന്ദം എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അത് അനുഭവിക്കുകയും ഇപ്പോൾ ദൈവത്തിൽ ശ്രമിക്കും, നമ്മളത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ആ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നത്. ഈ സന്തോഷത്തെ കുറിച്ചിട്ട് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തുടക്കം, അതായത് 2-ാം അധ്യായത്തിൽ ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ ദൂതൻ എന്ന് പറയുന്നുണ്ട്, വരുവാനുള്ള സഹജനുള്ള മഹാസന്തോഷത്തെ കുറിച്ചിട്ട്. അവിടെ കൊടുത്തിരിക്കുന്ന മഹാസന്തോഷം എന്ന് പറയുന്നത് കർത്താവായ ഒരു പാപിയായ ഒരു വ്യക്തിക്ക് രക്ഷമുഖാന്തരം ഉണ്ടാകുന്ന ആ സന്തോഷത്തെ കുറിച്ചാണ്. അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം അതുപോലെ തന്നെ അവസാന അധ്യായത്തിൽ 24-ാം അധ്യായത്തിന്റെ അതിന്റെ 52-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു. അവിടെ കർത്താവായ തുടർന്നുള്ള അധ്യായത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം തുടക്കത്തിൽ കർത്താവായ യേശു ജനനത്തെ കുറിച്ചിട്ടും തുടർന്നുള്ള ജീവിതത്തെ കുറിച്ചിട്ടും പിന്നീട് മരണത്തെ കുറിച്ചിട്ടും സ്വർഗാരോഹണത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കാണുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അവസാനം പറയുന്നത് ഈ സ്വർഗാരോഹണം കഴിഞ്ഞിട്ട് അവിടെ കൂടി വന്നിരുന്നവരെല്ലാവരും മഹാസന്തോഷത്തോടെ ആനന്ദിച്ച് യെരൂശലേമിലേക്ക് തിരിച്ചു പോയി ദൈവത്തെ സ്തുതിച്ചു എന്നുള്ളത്. ഈ സന്തോഷം നമുക്ക് കിട്ടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നത് മാത്രമാണ്. നമുക്ക് ഈ സന്തോഷം തരാൻ വേണ്ടിയിട്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ അനുഭവിച്ച ആ വേദനകളും കഷ്ടങ്ങളും എന്ന് പറയുന്നത് വലുതാണ്. നമുക്ക് അറിയാം, കർത്താവായ യേശു ക്രിസ്തു വലിയനായ ദൈവമായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മുടെ കാൽവരി ക്രൂശിലേക്ക് ആ കഷ്ടങ്ങളും വേദനകളും സഹിച്ച് ആ പീഡനങ്ങളും അതുപോലെ തന്നെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, പ്രാണവേദനയിലായ കർത്താവായ യേശു ക്രിസ്തു, നമുക്ക് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരാൻ വേണ്ടി, നമുക്ക് ലഭിക്കാൻ വേണ്ടി, നമുക്ക് ഈ മഹാസന്തോഷം തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇത്തരം കാര്യങ്ങൾക്ക് കഷ്ടങ്ങളും എത്ര ബുദ്ധിമുട്ടുകളും സഹിച്ച് നമുക്ക് കർത്താവായ കാൽവരി ഭരിക്കുക മാത്രമല്ല ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി വിശ്വാസം ചെയ്യുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായി ചെയ്യുന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച കർത്താവായ യേശുവിനെ സ്തുതിക്കാം.